സത്യമ്മ എന്തായി കാട്ടുന്നത്? അർജുനും റോഷ്നിയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുന്നുള്ളത് സത്യഭാമയുടെ വാക്കാ. ആ വാക്ക് തെറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. ഈ സത്യഭാമ മരിക്കണം. പ്രീതിയെ ഉപേക്ഷിച്ച് അർജുനേട്ടൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടണമെങ്കിൽ ഈ ശാലിനി മരിക്കണം. പ്ലീസ് പ്രീതി. സത്യമേ. ശാലിനി, പ്രീതി അങ്ങോട്ട് നീ മടങ്ങിപ്പോ. ഇവിടുന്ന് ശാലിനി പ്രീതിയും കൂട്ടി മടങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് അർജുനേട്ടനെയും കൊണ്ട് മാത്രമേ ഉള്ളൂ സത്യാമ്മേ. ശാലിനി, നീ സത്യഭാമയുടെ വാക്കാണ് തട്ടുന്നതെന്ന് ഓർക്കണം. മനസ്സിലായോ? നന്നായിട്ട് അറിയാം സത്യാമ്മേ. പ്രീതിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ ഞാൻ സത്യാമ്മയല്ല, ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കും. ഷാജി, അർജുൻ, സത്യഭാമേ, ഇങ്ങനെ തർക്കിച്ച് നമുക്ക് സമയം കളയാനില്ല. മുഹൂർത്തം കഴിയാറായിരിക്കുന്നു. തനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കുമെന്ന് സത്യഭാമ, തനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്ന് ശാലിനി. രണ്ടിലൊന്ന് നടന്നല്ലേ തീരൂ. അപ്പോ ഒരു ജീവനങ്ങ് പോട്ടെ അല്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ആനങ്ങി പോരുതാരും. നീയല്ല, ദാ ഇവളാണ് ഇല്ലാതാവേണ്ടത്. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരാവും.
ഹേമലതേ, നീ ആർക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? സത്യഭാമയുടെ മകൾക്ക് നേരെയാ. ആരായാലും എന്താ സത്യഭാമേ? തോക്ക് ചൂണ്ടിയിരിക്കുന്നത് ഹേമലതയാ. ഹേമലത. ഹേമലതേ, ഈ നിമിഷം ഈ തോക്ക് എന്റെ കാൽ ചുവട്ടിൽ വെച്ച് എന്നോട് മാപ്പിരുന്ന ഒരു പക്ഷെ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും. അതിനെ ഹേമലത വേറെ ജനിക്കണം സത്യഭാമേ. തൽക്കാലം നിന്റെ മകളങ്ങ് പറന്നു പോകട്ടെ സ്വർഗത്തിലേക്ക്. വീട് തോക്കിങ് തരാൻ. വീട് സത്യഭാമേ. തോക്കിങ് തരാൻ. സാർ വരണം ഇതിലെ. ഹേമലതേ, വീട് വീട് സത്യഭാമേ. തോക്കിങ് തരാൻ. വീട് തോക്ക് താഴെ ഇടറി. കൈ വിടാൻ. വിടറി. വിടി വിട. കൈ വിടാൻ. തോക്ക് തരാൻ. വീട് തോക്കിങ് തരാൻ. അമ്മ മാറി നിൽക്കാൻ അവിടുന്ന്. മാറാൻ. അപ്പോ ഗുഡ് ബൈ പ്രീതി. ശാലിനി 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 അപ്പോ ഗുഡ് ബൈ പ്രീതി. പ്രീതി ശാലിനി ശാലിനി വിഷ്ണുട്ടാ എന്തെയും കാണിച്ചേ എനിക്ക് വേണ്ടിട്ട്. ശാലിനി എന്റെ ദേവി, ഇതൊന്ന് കാണാൻ എത്ര ആഗ്രഹിച്ചതാ. അവസാനം അതും സാധിച്ചു. വിഷ്ണുട്ടാ ഇവിടെ നിൽക്ക്. ഇപ്പൊ കുറച്ച് സമയം വിഷ്ണുട്ടാ എന്റെ അടുത്ത് വേണം. ശാലിനി വിഷ്ണുട്ടാ. വിഷ്ണു, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അതെ വിഷ്ണുട്ടാ, എടുക്ക്. ശാലിനി, നമുക്ക് ഹോസ്പിറ്റലിൽ. ഓഫീസർ മറന്നു കർച്ചീഫ്. അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് മായും. തെളിവ് വേണ്ടേ നിങ്ങൾക്ക്? ആദ്യമായിട്ട് ഉന്നൊന്ന് പിഴച്ചു. സാരമില്ല,
ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പോ നമുക്ക് പോയേക്കാം. വൺ മിനിറ്റ്. ഗോപി, ആ താലിമാലയും ഹാരവും വെച്ചേക്കണം. അർജുന്റെ റോഷ്നിയുടെയും കഴുത്തിലിടാനുള്ളതാ. അതിലെ പൂക്കൾ വാടും മുന്നേ ഹേമലത മടങ്ങിയെത്തിയിരിക്കും. വസുമതി കൂടി കേൾക്കാനാ പറഞ്ഞത്. പോകാം. നടക്കാം. ശാലിനി, ശാലിനി, ഇപ്പൊ കുറച്ചു സമയം വിഷ്ണുട്ട് എന്റെ അടുത്ത് വേണം. ശാലിനി, തൃപ്തിയായില്ലേ നിങ്ങക്ക്? തൃപ്തിയായില്ലേ വിഷ്ണു? ഇനി എന്താ നിങ്ങക്ക് വേണ്ടേ? ഇനി എന്താ നിങ്ങക്ക് വേണ്ടേന്ന്? എന്ത് കാണാമെന്ന് നിക്കവിടെ? ഒപ്പം നിൽക്കുന്നവരെ, കൂടെ ജീവിക്കുന്നവരെ ദ്രോഹിക്കാൻ മാത്രം നിങ്ങളെ കൊണ്ടൊക്കെ കഴിയൂ. അവരുടെ വേദന കാണുന്നത് നിങ്ങൾക്കൊരു കാര്യം. എനിക്ക് സംസാരിക്കണം. വിഷ്ണു, ഞാൻ അവിടെ വീട്ടിലെ പാതി ജീവനായിട്ടൊരു ശരീരം കിടപ്പുണ്ട്. ഇല്ലച്ഛൻ, ഈ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ മറ്റൊരാളുണ്ട്. എന്റെ ഭാര്യ. അവരൊക്കെ നിങ്ങൾ ആരാ? നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ.
അതിന് നിങ്ങൾ അവർക്ക് കൊടുത്ത ശിക്ഷയാണിതൊക്കെ. വിഷ്ണു, ഞാനാണോ കാരണക്കാരൻ? നിങ്ങൾ തന്നെയാ. നിങ്ങളൊരൊറ്റാളാ. അർജുന്റെ വീട്ടിൽ കയറി ചെന്ന് അന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇവളുടെ വിരൽ തുമ്മിലും പിടിച്ചിപ്പോ ഒരു കുഞ്ഞിവിടെ നിപ്പുണ്ടായേനെ. എന്റെ അച്ഛൻ വീൽ ചെയറിലേക്ക് വീണ് പോവില്ലായിരുന്നു. ആർക്കെല്ലാം എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങൾക്ക് ജയിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആരെ വേണമെങ്കിലും കുരുതിക്ക് കൊടുക്കും. അതിപ്പോ ഭർത്താവോ മകനോ മകളോ ആരെ വേണമെങ്കിലും. വിഷ്ണു, സത്യം തന്നെയാ പറഞ്ഞേ, സത്യം. അല്ലെങ്കിൽ ശാലിനിയും പ്രീതി മുറി പൂട്ടിയിട്ടിട്ട് അമ്മ അർജുന്റെ 2ാം കെട്ട് നടത്താൻ മുന്നിട്ട് ഇറങ്ങില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് പുണ്യ അമ്മ സമ്പാദിച്ചേ? അമ്മയ്ക്ക് പറയാൻ മറുപടി ഉണ്ടാവും. അമ്മയുടെ വാക്ക് ഒരക്കണം മൂട്. പക്ഷേ ആ വാക്ക് നൽകുന്നതേ സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമായിരിക്കണം. സ്വന്തം മക്കളുടെയെങ്കിലും മനസ്സ് കാണാനുള്ള കരുത്തുണ്ടാവണം. നിങ്ങൾക്ക് ഞങ്ങൾ ആരും ഒരു പ്രശ്നമല്ലല്ലോ. നിങ്ങൾ തന്നെ മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ച ഓരോ യുദ്ധങ്ങൾ ജയിക്കാനുള്ള കരുക്കളും മാത്രമാണ് ഞങ്ങൾ എല്ലാവരും. അതിനിപ്പോ ഇവിടെ ആര് വെട്ടുകൊണ്ടാലും ആര് വെട്ടിക്കൊണ്ട് വീണാലും നിങ്ങൾക്കതൊരു പ്രശ്നമല്ല. വിഷ്ണു, വിഷ്ണു, നീ എന്തൊക്കെ പറയുന്നറിയോ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാലേ നിങ്ങൾക്കും മനസ്സിലാവും സത്യം എന്താണെന്ന്. മകളുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിച്ചതിന്റെ പേരിലേ നിങ്ങളെ കൈവലം കെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴേ നെഞ്ചു പൊട്ടിക്കഴിഞ്ഞവനാ. പക്ഷെ എനിക്കിപ്പോ ബലമായ സംശയമുണ്ട്, അത് ചെയ്തത് നിങ്ങൾ തന്നെയാണോന്ന്. വിഷ്ണു, നിങ്ങൾ അതും ചെയ്യും, ജയിക്കാൻ വേണ്ടിട്ട്. വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ശാലിനിക്ക് അബദ്ധത്തിൽ ഒരു വെടിയുണ്ടെന്ന് കരുതി? വിഷ്ണു, വിഷ്ണു എന്തായി കളിയുന്നത്? വിഷ്ണു, വിഷ്ണു, നീ അടിച്ചാടണ്ട. വിഷ്ണു, ബിഹേവ് യുവർസെൽഫ്. ഇത് ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ ചാവണ അർജുൻ, ഇവിടെ ഇവിടെ വിഷ്ണു, നിങ്ങളല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. വിഷ്ണു, എല്ലാത്തിനും കാര്യം ഇവിടെ കാരണോ? കൊല്ലട്ടെ അർജുനേട്ടാ, ചത്തൊടുങ്ങി തീരട്ടെ. സത്യഭാമയുടെ പരമ്പരയാണെന്ന് തെളിയിക്കണമല്ലോ. വിഷ്ണു, നീ എന്തായി കാണിക്കുന്നേ? ഇതൊരു ഹോസ്പിറ്റലാണ്. ആരെ കൊന്നിട്ടായാലും ജയിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ ചോരയുടെ ഗുണം കാണിക്കട്ടെ അർജുനേട്ടാ. പ്രാണം പിടിച്ചു നിർത്താൻ മല്ലടിച്ചുകൊണ്ട് ഒരു ശരീരം കിടപ്പുണ്ട് ഇതിനുള്ളിൽ. ആ പാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഏട്ടൻ ഇത് തന്നെ ചെയ്യണം. ബ്ലേഡ് സത്യഭാമയുടെ മകളായിട്ട് വളർന്നവളാ ഞാൻ. അമ്മയേട്ടന് നാട് ഭരിക്കുമ്പോ ഞാൻ കണ്ണീര് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അത് കാണാൻ അമ്മയ്ക്ക് കണ്ണുണ്ടായില്ല. ഏട്ടൻ പറഞ്ഞത് ശരിയാ, പക്ഷെ അമ്മ പറയുന്നതിനെതിരെ പറയാൻ ഭയം. ഭയമല്ല, അമ്മയാണല്ലോ ദൈവം. അമ്മ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓടി നടക്കുന്നതിനിടെ ഇപ്പൊ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന ആ സാധു എത്ര നാൾ സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ട്. ഏട്ടൻ കെട്ടിയ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വെച്ച് മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് കാണാൻ ഏട്ടന് കണ്ണുണ്ടായോ? പ്ലീസ് ഏട്ടാ, ശാലിനിക്ക് വേണ്ടി കുറച്ച്
കുറച്ച് സമയം ഏട്ടനൊന്ന് മാറ്റിവെക്ക്. അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. മറ്റാർക്ക് വേണ്ടെങ്കിലും